തിരുവനന്തപുരം പേട്ട ജംഗ്ഷൻ സമീപത്തായിട്ട് 13 സെൻറ്റിൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ശരിക്കും ഇതിനകത്ത് 4 വീടുകളുണ്ട്. 4 വീടടങ്ങുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ അതിൽ 2 വീടുകളാണ് നമുക്ക് നല്ല വാസയോഗ്യമായിട്ടുള്ള നല്ല കണ്ടീഷനിലുള്ളത്. പിൻവശത്തുള്ള 2 വീടുകൾ പഴയ വീടാണ്. പക്ഷേ അതും ഇപ്പം വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. പേട്ട ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അങ്ങോട്ട് കാണിച്ച് ഈ റോഡ് ഒരു 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ കയറാം. അവിടെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ മേളിലൂടെ പേട്ട ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള പാലത്തിലൂടെ വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പേട്ട പോലീസ് സ്റ്റേഷനെ കഴിഞ്ഞ് നമ്മൾ ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ ആ പാലം കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലത്തോട്ട് കിടക്കുന്ന വഴി, വലത്തോട്ട് കയറി ICICI ബാങ്കിൻ്റെ സൈഡിലൂടെ കിടക്കുന്ന റോഡ് ഏകദേശം ഒരു 100-150 മീറ്റർ അകത്തേക്ക് വരുമ്പോൾ വലതുവശത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ടോട്ടലായിട്ട് 13 സെൻറ്റാണ് വരുന്നത്. നല്ല രീതിയിലുള്ളതായി ഒരു ഫ്രണ്ടേജ് ഉണ്ട്. ഇത് ഒരു വീട് ആ പിൻവശത്ത് കാണുന്ന ആ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചത് രണ്ടാമത്തെ വീട്. ഇനി പിന്നിൽ 2 വീടുകളും കൂടെ ഉണ്ട്. ആ പിൻവശത്തുള്ള 2 വീടും നമുക്ക് ചെറിയ വീടുകളാണ്, ഇവരുടെ പഴയ വീടുകളാണ്. പക്ഷേ അതും വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് ഇത് കാണിച്ച് ഈ വീടിൻ്റെ മേളിലേക്ക് അവർ വീണ്ടും ഇപ്പോൾ റൂമുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 7 റൂമുണ്ട്. അതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തേക്കുമാണ്, പേയിങ് ഗസ്റ്റിനൊക്കെ വാടകയ്ക്ക് കൊടുത്തേക്കുമാണ്. അത് നമുക്ക് പെർ റൂം 5000 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ വാടക വാങ്ങുന്നത്. അതിൽ ഒരു റൂം മാത്രം 2 ഷെയറിംഗ് ആണ്. ആ റൂമിന് വന്നിട്ട് 8000 ആണ് റെൻറ്റ് വരുന്നത് കേട്ടോ. ഞാൻ ആദ്യം നമുക്കൊന്ന് ചുറ്റുവട്ടം കാണിച്ചു തരാം. ഈ വീട് ഇത്തിരി പഴക്കമുള്ളതാണ്, പക്ഷേ മേളിലേക്കുള്ള ആ റൂംസ് ചെയ്തത് ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തതാണ്. നമുക്ക് ഇവിടങ്ങളിലാണെങ്കിൽ മെയിനായിട്ട് സിവിൽ സർവീസിന് അടിക്കുന്ന പിള്ളേർ, അതുപോലെ തന്നെ എയർപോർട്ട് ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ബ്രഹ്മോസ്, ഇവിടെ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസൊക്കെയാണ് നമുക്ക് ഇവിടെയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിലും ഹോസ്റ്റൽ രീതിയിലൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാം. പിൻവശത്ത് കാണുന്ന 2 വീടുകളുണ്ടോ, ഇത് രണ്ടും ഒന്ന് ഷീറ്റ് ഇട്ടതും ഒന്നല്ല 2 ഷീറ്റ് ഇട്ടതാണ്. പഴയ കെട്ടിടങ്ങളാണ്, പക്ഷേ അതും ഇപ്പം വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്. നമുക്കിത് 2നും കൂടി 8000 ആണ് ഇപ്പോൾ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ ബാക്കിലും അതിൽ വരേക്കുമാണ് നമുക്ക് അതിൽ വരുന്നത്. ടോട്ടലായിട്ട് 13 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതാണ് നമുക്ക് രണ്ടാമത് വരുന്ന വീട്. ഇത് ഏകദേശം 800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 ബെഡ്റൂം വീടാണ്. ഇത് കുറച്ചുകൂടെ പുതിയൊരു വീടാണ്. ഇപ്പം നമുക്ക് ഈ 2 വീടുകളിലും ആൾതാമസമുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങിയരിയും കിടക്കുകയാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. എന്നു വെച്ചാൽ നമുക്ക് താമസിക്കുന്ന വീട്ടിൽ കയറി ഫുള്ളായിട്ടൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വന്നിട്ട് നമുക്ക് 800 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം വരുന്ന വീടാണ്. അകത്തേക്ക് നമുക്ക് കയറി വരുമ്പോൾ ചെറിയൊരു ലിവിങ് സ്പേസും ഇതിൻ്റെ ഇവിടെ ചേർന്നിട്ടാണ് നമ്മുടെ ഇവിടെ ഒരു കിച്ചൺ വരുന്നത്. ഇതൊരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാർട്ടിഷൻ ചെയ്തിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ വീട് വന്നിട്ട് ടോട്ടൽ 800 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ. അതാണ് നമുക്ക് ഇത്രയും ചെറിയൊരു പരിമിതിയിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇതിനായാലും നമുക്ക് ഒരു സൈഡ് ഫുള്ളായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീട് ഏകദേശം ഒരു 10 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്പേസ് നമ്മുടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലിവിങ് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇത് നമ്മുടെ ആ പഴയ വീടിൻ്റെ മേളിലത്തെ നിലയാണ് കേട്ടോ. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടലായിട്ട് 7 റൂംസാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഓക്കുപൈഡ് അല്ലാത്ത ഒരു റൂം ഞാൻ കാണിച്ചു തരാം. ഇതുപോലുള്ള 7 റൂമുകൾ ടോട്ടലായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു റൂമിന് 5000 രൂപയാണ് ഇപ്പം നമ്മൾ റെൻ്റായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് പേയിങ് ഗസ്റ്റിന് വേണ്ടിയിട്ടാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്.
എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു സ്പേസിൽ വന്നിട്ട് ഏകദേശം 10 സെൻറ്റ് സ്ഥലത്ത് 8 അപ്പാർട്ട്മെൻറ്റുകളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് അതുപോലെ വേണമെങ്കിലും ഇവിടെ ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വസ്തുവിൻ്റെ വില മാത്രം, അതായത് സ്ഥലത്തിൻ്റെ വില മാത്രമേ അവർ കണക്കാക്കിയിട്ടുള്ളൂ. ഇവിടെ ആണെങ്കിൽ നമുക്ക് സെൻറ്റിന് നോർമലി ഒരു സെൻറ്റിന് 20-22 ലക്ഷം രൂപ ആ റേഞ്ചിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ഉള്ളത്. ആ ഒരു സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമേ ഇതിന് ചോദിക്കുന്നുള്ളൂ. ടോട്ടലായിട്ട് 13 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. 2,70,00,000 രൂപയാണ് അവർ ഉദ്ദേശിക്കുന്ന വില. നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. നമുക്കിത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചായക്കുടി ലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റും. കണ്ണമ്മൂല ജംഗ്ഷന്, അതായത് പേട്ടയിൽ നിന്ന്, പേട്ട പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡ് കണ്ണമ്മൂലയിലേക്ക് പോകുന്ന റോഡ്, ആ റോഡിലേക്ക് ചെന്ന് കയറാം. ഇവിടെ നിന്ന് ഒരു 150 മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. നമുക്കതുപോലെ പേട്ട ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിലും ആ ഒരു സെയിം ഡിസ്റ്റൻസ് ആണ് നമുക്ക് പേട്ട ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള, അതായത് തിരുവനന്തപുരത്ത് നിന്ന് പേട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും പേട്ട ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി ഏകദേശം ഒരു 150-200 മീറ്റർ മാത്രമേ നമ്മുടെ ഈ ഒരു സ്പോട്ടിലേക്ക് വരുന്നുള്ളൂ. നല്ലൊരു ലൊക്കേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും മൊത്തത്തിലെടുത്ത ഒരു ഹോസ്റ്റൽ സൗകര്യത്തിന് അങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ. നമുക്ക് പിൻവശത്തേക്കുള്ള വീടുകളായാലും എല്ലാത്തിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം. ഇനി അതല്ല, ഇത് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് നമുക്ക് 13 സെൻറ്റ് സ്ഥലമുണ്ട്, ഇതുപോലുള്ള അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില 2,70,00,000 രൂപയാണ്. നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരിട്ട് ഓണറിനെ വിളിക്കുക, ഡീൽ അയക്കുക.